Hi dear friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടമ്മമാർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേടാവാതെ കൂടുതൽ നാൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ തക്കാളി വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം ഞാനിതാ തക്കാളി മുഴുവനായിട്ട് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഈ പാത്രത്തിൽ കുറച്ച് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളിയുടെ ഞെട്ടുള്ള ഭാഗത്ത് ഇതുപോലൊന്ന് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇതിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് തക്കാളി അതിലേക്കൊന്ന് ഞെട്ടുള്ള ഭാഗം അടിഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി കേടാവാതിരിക്കാനുള്ള ഒരുപാട് ടിപ്പുകളുണ്ട്. അപ്പോൾ അതിലത്തെ ഒന്ന് മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചാലും ഒരുപാട് നാളും തക്കാളി കേടുകൂടാതിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതുപോലെ ഒരു ഫ്രൂട്ടിയുടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നമുക്ക് ആവശ്യമില്ല, മുകൾ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി ഇത് വെച്ചിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മൂടി ഒന്ന് തുറന്നെടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമ്മൾ കടയിൽ നിന്നൊക്കെ ഇതുപോലെ പരിപ്പ്, പയർ, കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ കവറിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതങ്ങനെ കവറിൽ തന്നെ ആക്കിയിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പോൾ പെട്ടെന്ന് പ്രാണികളൊക്കെ വരാനും അത് കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഈ ബോട്ടിലിൻ്റെ ഇതുപോലെ ഒന്ന് നമ്മൾ ആ കവർ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു പൂവ് പോലെ നമ്മൾ ആ കവർ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇനി ആ മൂടി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ പ്രാണികളും ഒന്നും കയറാതെ നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളതൊരു വിനാഗിരിയുടെ ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം, വെള്ളത്തിൻ്റെ ബോട്ടിലോ ഏത് ബോട്ടിൽ വേണമെങ്കിലും ഇതുപോലെ എടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും അടിഭാഗം നമുക്ക് ആവശ്യമില്ല, മുകൾ ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ മുകൾ ഭാഗം കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. ഇനിയിപ്പോൾ ഈ അടിഭാഗം നമുക്ക് വേണമെങ്കിൽ അതുപോലെ പെന്നോ പെൻസിലൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. വേണമെങ്കിൽ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ആക്കാനായിട്ട് ഒരു യു ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഈ രണ്ടറ്റത്തും ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അരിപ്പൊടി അതുപോലെ ഗോതമ്പ് പൊടി ഒക്കെ എടുക്കണ ബക്കറ്റിൽ വേണമെങ്കിൽ ഇത് ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് എടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. നമ്മൾ കൈമേലൊന്നും പൊടിയൊന്നും ആവാതെ ഇതുപോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അരിയൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു അളവ് പാത്രമായിട്ട് ഇത് ഉപയോഗിക്കാം. ഇനി ഇത് മാത്രമല്ല, ഇതുപോലെ നമുക്ക് പൊടികളൊക്കെ ചെറിയ പാത്രത്തിലേക്ക് ചെറിയ കുപ്പികളിലേക്കൊക്കെ ഇട്ട് വെക്കാനാണെങ്കിൽ ഇതുപോലെ ഈ അടപ്പൊന്ന് ഊരി കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് എത്ര ചെറിയ ബോട്ടിൽ വേണമെങ്കിലും താഴെയൊന്നും പോവാതെ നമുക്ക് ഇട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇതുപോലെ വലിയ ബക്കറ്റിൽ നിന്ന് ചെറിയ ബോട്ടിലൊക്കെ ഇട്ട് വെക്കാൻ ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ഇനി നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഇടാനായിട്ട് ഇതുപോലെ ഈ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഒരു ബോട്ടിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയിൽ മണ്ണെടുക്കാനൊക്കെ ഇടാനായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അരിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് നാൾ അതിൽ വണ്ടും പ്രാണികളും ഒന്നും വരാതെ പോവാതെ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അരി ഞാൻ സാധാരണ സൂക്ഷിച്ച് വെക്കാറുള്ള ഒരു ബക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ സൂക്ഷിച്ച് വെക്കാറ് ആ ഒരു പാത്രത്തിൽ തന്നെ അരി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇതാ കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ പനിക്കൂർക്കയുടെ ഇലയാണ്. അപ്പോൾ ഈ ഒരു 2 സാധനങ്ങൾ മാത്രമാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ അരി ഒരുപാട് കാലം വണ്ടും പ്രാണികളും ഒന്നും വരാതെ പൂത്തൊന്നും പോവാതെ മാസങ്ങളോളം തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനിതുപോലെ ആര്യവേപ്പിൻ്റെ ഇലയും അതുപോലെ ഉണക്കമുളകൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ നോക്കിയപ്പോഴും എനിക്ക് അരിയിൽ വണ്ടുകളും പ്രാണികളൊക്കെ വന്നിട്ട് പൂത്തു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഒരു കറിവേപ്പിലയും പനിക്കൂർക്കയുടെ ഇലയും. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. അരി കേടാവാതെ കുറേ നാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെന്ന് തോന്നുകയാണെങ്കിൽ, അതുപോലെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്പ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.